ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. രഘു അവിടെ ഉണ്ട്, ഞാൻ അവനായിട്ട് സംസാരിച്ചു. ഞാനിപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നീയേ അനുവിനെയും കൂട്ടി ഒന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണം. ആക്സിഡന്റിൽ പെട്ട ആമി അങ്ങോട്ട് കൊണ്ടുപോയി. രഘു പറഞ്ഞത് ആക്സിഡന്റിൽ അവനൊരു പങ്കുമില്ലെന്ന്. പക്ഷേ ആമി അവനെതിരായിട്ട് മൊഴി കൊടുത്താൽ അവൻ കൊടുക്കും. അതുകൊണ്ട് പോലീസ് ആമയുടെ മൊഴിയെടുക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ ചെന്ന് അവളോട് സംസാരിക്കണം. അങ്കിള്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ട്. അനുവിന് ആമയായിട്ട് കൂടുതൽ അടുപ്പമുണ്ട്. ഒന്നുമില്ലെങ്കിലും സത്യം എന്താണെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാമല്ലോ. ആ, പെട്ടെന്ന് ഇറങ്ങിയാലേ എല്ലാം നടക്കൂ. ശരി, ഓക്കെ. ഞാൻ ഇപ്പം തന്നെ പോവാം. അനു വന്നേ, വരാൻ. അനു, നീ വേഗം ഇറങ്ങും, നമുക്ക് പെട്ടെന്നൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ടാ ഇന്ദ്രേട്ടാ? അതൊക്കെ പറയാം. ആക്സിഡന്റ് അല്ലേ? ഒന്നുകിൽ ആശുപത്രിയില് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനില്. അനു, നീ പെട്ടെന്ന് ഇറങ്ങുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെല്ല്, വേഗം പോയി റെഡിയാവോ. ചെല്ല്. എടാ ഇന്ദ്ര, എടാ നീ എന്റെ മുമ്പിൽ എന്തു മൂടി വെക്കാൻ നോക്കിയാലും അറിയേണ്ട സമയത്ത് എല്ലാവരും അറിയും. എന്താ ഇന്ദ്രേട്ടാ, എന്താ കാര്യം? ഏട്ടത്തി എന്താ അകത്തേക്ക് ഓടിപ്പോയെ? ഒന്നുമില്ല സോനെ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. അതെ, ബിജുമോൻ ഉണരുമ്പോ നീ ഒന്ന് ശ്രദ്ധിച്ചോണേ. എടി, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, രഘുവിന്റെ വണ്ടി പോകാതിരുന്നത് ഏതോ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യോഗം ഉള്ളത് കൊണ്ടാണെന്ന്. അതിപ്പോ ശരിയായി. രഘു ഏതോ വലിയ ആക്സിഡന്റിൽ പെട്ട് ഇപ്പൊ ആശുപത്രിയിലാ. ഈശ്വര, രഘുവിന് എന്തെങ്കിലും പറ്റുമോ ഇന്ദ്രേട്ടാ? നീ അങ്ങോട്ട് തന്നെ ചോദിക്ക്. ഏത് അളവ് വരെ ശപിച്ചിട്ടുണ്ടെന്ന് ശപിച്ച ആൾക്കാർക്കല്ലേ അറിയൂ. സോനെ, മോൻ പാല് കുടിച്ചിട്ടാ കടന്നത്. ഉണർന്നാ കഴിക്കാൻ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്. നീ വന്ന് കേറ്. അമ്മേ, ഒരാളെ കുറിച്ച് ദുരന്തം പറയുമ്പോഴെങ്കിലും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം പറയാൻ. എടി, ഞാൻ പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. നീ നോക്കിക്കോ, ആ രഘുവിന്റെ അഹങ്കാരം ഇതോടെ തീരും. പിന്നെ ആ അനന്തമാഷിന്റെ ചിറക് ഇതോടെ ഒടിയും. അമ്മയുടെ ഒരു കാര്യം, മറ്റുള്ളവരെ പ്രാഗി ഒടുക്കം എല്ലാം കൂടി സ്വന്തം കുടുംബത്തിൽ വന്ന് പതിക്കാതിരുന്നാ മതിയായിരുന്നു.